സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പിയായിട്ടാണ്. മാമ്പഴം ഉണ്ടാക്കിയ ഒരു പാൽ പ്രഥമൻ, പാൽ പായസം, പാൽ പ്രഥമൻ, മാമ്പഴവും അവലും ചേർത്തുണ്ടാക്കിയ മാമ്പഴ പാൽ പ്രഥമൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാമ്പഴത്തിൻ്റെയും അവലിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. അവൽ മാമ്പഴത്തിൻ്റെ ഫ്ലേവർ അബ്സർവ് ചെയ്തിട്ടുണ്ട്. ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുണ്ടാക്കിയ ഈ പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു. Friends, if you are new to this channel, please subscribe my channel and hit bell icon for my latest new innovative recipes. മാമ്പഴ പ്രഥമന് വേണ്ടത് 2 മീഡിയം സൈസ് മാമ്പഴമാണ്. അത് കട്ട് ചെയ്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല്, മിൽക്കാണ്, കുറച്ച് കാഷ്നട്ട്, ആൽമണ്ട്സ്, മുന്തിരി ഉണങ്ങിയത്, വെളുത്തത്, കറുത്തത്, കുറച്ച് അവൽ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അട ചേർക്കുന്നതിന് പകരമായിട്ട് അവൽ ചേർക്കണം. അവൽ വീർത്തതിൽ കിടക്കുമ്പോൾ ഒരു അടയുടെ ഫീൽ കിട്ടും. കുറച്ച് ഡേറ്റ്സ്, അതായത് ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്താണ്. അധികമില്ല, മാമ്പഴത്തിന് മധുരമുള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാരയുള്ളൂ. നമ്മൾ മലയാളികൾ പായസം വെക്കുമ്പം തേങ്ങാക്കൊത്ത് ഇടാറുണ്ട്. അതിൻ്റെ തേങ്ങാക്കൊത്ത് കുറച്ച് മാമ്പഴം ചെറിയതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പായസത്തിൽ അല്ലാതെ ചേർക്കാനാണ്, ഒരു ബിറ്റ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിക്കാൻ വേണ്ടി. കുറച്ച് ഏലക്ക ചുക്ക്, കുറച്ച് ജീരകം. ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഇത്രയും വേണ്ട എങ്കിലും അത് പൊടിക്കുമ്പോൾ ഇത്രയും പൊടിച്ചെടുക്കുക. പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ഏലക്ക പൊടിക്കുമ്പോൾ അത് സ്വല്പം പഞ്ചസാര ചേർത്ത് പൊടിക്കുക. എളുപ്പം പൊടിച്ച് കിട്ടാൻ പാല് നന്നായി തിളപ്പിച്ച് വെക്കുക. മാമ്പഴം കട്ട് ചെയ്തത് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അത് ബ്ലെൻഡ് ചെയ്ത് പ്യൂരി ആക്കിയിട്ടുണ്ട്. നമുക്കതിന് ഒരു പാൻ നന്നായി ചൂടാക്കി എടുക്കാം. നല്ല കട്ടയുള്ള പാനാണ്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മുന്തിരി ഉണങ്ങിയത്, വെളുത്തത്, കറുത്തത്, ആൽമണ്ട്സ്, ഇത് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത്, അതും കോരിയെടുക്കാം. സിമ്മിലിട്ട് വേണം എല്ലാം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ട് മാമ്പഴം, അവൽ, അവലുമായിട്ടുണ്ട്. അതും കോരിയെടുക്കാം. പാനൊന്ന് കഴുകിയെടുത്തു. കാരണം ആ ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് കൊണ്ട് അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. ഇനിയും ഒന്നുകൂടെ ചൂടാക്കി അതിലേക്ക് മാമ്പഴം, പ്രത്യേകം ശ്രദ്ധിക്കുക, മാമ്പഴത്തിൽ ഷുഗർ ചേർക്കരുത് ആദ്യം. കാരണം ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ മാമ്പഴം വേകാൻ ബുദ്ധിമുട്ടാണ്, വേഗില്ല. മാമ്പഴം കൊണ്ട് വെന്തതിന് ശേഷം മാത്രമേ ഷുഗർ ചേർക്കാവുള്ളൂ. അതിലേക്ക് ഷുഗർ ചേർത്ത് മെൽറ്റ് ചെയ്യാം.
ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി മാമ്പഴവും ഷുഗറും ചേർത്ത് ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യുമായിരുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് മാമ്പഴം ഷുഗർ ചേർത്തതിന് ശേഷം വേഗില്ല എന്നുള്ളത്. ഇതിലേക്ക് പൊടി ചേർക്കാം. ജീരകം, ചുക്ക്, ഏലക്ക. അത് ഞാൻ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി അത് പൊടിച്ച മിക്സിയിൽ തന്നെയാണ് മാമ്പഴവും പൊടിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. ഇനി അവൽ ചേർത്ത് മിക്സ് ചെയ്യാം, കാരണം അവൽ മാമ്പഴം ഫ്ലേവർ സ്വല്പം അബ്സോർവ് ചെയ്യും. ഇനി സാവധാനം പാലൊഴിച്ച് മിക്സ് ചെയ്യുക. പാല് തിളച്ചു. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്യുക. മധുരം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ച് ആ ചൂടിൽ തന്നെ ഒന്നിടുക. മാമ്പഴം ഉണ്ടാക്കിയ ഒരു പാൽപ്രഥമൻ, പാൽപ്പായസം, പാൽപ്രഥമൻ, മാമ്പഴവും അവലും ചേർത്തുണ്ടാക്കിയ മാമ്പഴ പാൽപ്രഥമൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാമ്പഴത്തിൻ്റെയും അവലിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. അവൽ മാമ്പഴത്തിൻ്റെ ഫ്ലേവർ അബ്സർവ് ചെയ്തിട്ടുണ്ട്. ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുണ്ടാക്കിയ മാമ്പഴ പാൽപ്രഥമൻ.